അപൂർവ രോഗത്താൽ ബുദ്ധിമുട്ടുന്ന 3 വയസ്സുകാരനെ രക്ഷിക്കാൻ 26 കോടി രൂപയുടെ കുത്തിവയ്പ്പിനായി മാതാപിതാക്കൾ സഹായം തേടുന്നു. അപൂർവവും ജീവന് ഭീഷണിയുമായ ഒരു ജനിതക വൈകല്യം കണ്ടെത്തിയതിനെ തുടർന്ന് കർണൂലിലെ ഒരു കുടുംബമാണ് സഹായം തേടുന്നത്. 3 വയസ്സുള്ള മകന് അപൂർവവും ജീവന് ഭീഷണിയുമായ ഒരു ജനിതക വൈകല്യം കണ്ടെത്തിയതിനെ തുടർന്ന് കർണൂലിലെ ഒരു കുടുംബം സഹായം തേടുകയാണ്. ഇതിന് വളരെ ചിലവേറിയ ചികിത്സയാണ് ആവശ്യമായിട്ടുള്ളത്. നഗരത്തിലെ ബാലാജി നഗറിൽ താമസിക്കുന്ന ഹരീഷിന്റെയും നവ്യയുടെയും മകനാണ് 3 വയസ്സുള്ള അശ്വന്ത്. അടുത്തിടെ ഡോക്ടർമാർ കുട്ടിക്ക് പേശികളുടെ വളർച്ചയ്ക്ക് കാരണമാകുന്ന ഒരു അപൂർവ രോഗമായ ഡുച്ചൻ മസ്കുലർ ഡിസ്ട്രോഫി അഥവാ DMD ഉണ്ടെന്ന് കണ്ടെത്തിയിരുന്നു. ഏകദേശം 26 കോടി രൂപ ചിലവാകുന്ന ഒരു പ്രത്യേക ജീൻ തെറാപ്പി കുത്തിവയ്പ് അശ്വതിന് ആവശ്യമാണെന്നാണ് ഡോക്ടർമാർ മാതാപിതാക്കളോട് പറഞ്ഞത്. കുട്ടിക്ക് അതിജീവിക്കാനും സാധാരണ ജീവിതം നയിക്കാനും അവസരം നൽകുന്നതിന് അടുത്ത 4 മാസത്തിനുള്ളിൽ ചികിത്സ നൽകണമെന്നാണ് കുടുംബത്തെ അറിയിച്ചത്. ചികിത്സയ്ക്ക് ആവശ്യമായ വലിയ തുക ക്രമീകരിക്കാൻ പാടുപെടുകയാണ് കുടുംബം. Doctor said there is a one-time injection called LVD's gene therapy. It costs around 26 crores. I am a private employee in Hyderabad, working as an accountant. My salary would be enough for maintaining the family and to his medical expenses. But even if I work for my whole lifetime, I could not able to afford for his LVD's gene therapy injection. I request public to please come forward and help my son for a chance for a second life through this injection. ഇത്രയും വലിയ തുക സ്വന്തമായി സ്വരൂപിക്കാൻ മാർഗമില്ലാത്തതിനാൽ മാതാപിതാക്കൾ സർക്കാരിനോടും പൊതുജനങ്ങളോടും പിന്തുണ അഭ്യർത്ഥിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടും ആന്ധ്രാപ്രദേശിലെ കേന്ദ്രമന്ത്രിമാരായ കെ രാംമോഹൻ നായിഡു, പി ചന്ദ്രശേഖർ, ആന്ധ്രാപ്രദേശ് സർക്കാർ എന്നിവരോടും ഇടപെടാനും അവരുടെ കുട്ടിക്ക് ജീവൻ രക്ഷിക്കാനുള്ള കുത്തിവയ്പ് ക്രമീകരിക്കാൻ സഹായിക്കാനും കുടുംബം അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അപൂർവ രോഗത്താൽ ബുദ്ധിമുട്ടുകയാണ് ഈ 3 വയസ്സുകാരൻ. 26 കോടി രൂപയുണ്ടെങ്കിൽ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാനാകും. ന്യൂസ് ഡെസ്ക് ജി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.